സോണിയാഗാന്ധിയിലേക്ക് അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും കാര്യം സോണിയാഗാന്ധി കാണാൻ പോയിരുന്നു. സോണിയാഗാന്ധി കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിശദീകരിക്കാൻ ഒന്നുമില്ല. എന്തിനാ വിശദീകരിക്കണം? നമ്മുടെ ഈ വി ഡി സതീശൻ സാർ ഇത്രയും ശാന്തനായി ഈ പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് കണ്ടിട്ട് കുറേ കാലം കേട്ടോ. എന്തൊരു വൈബായിരിക്കും അറിയോ, അല്ലെങ്കിൽ എന്തൊരു തട്ടിക്കയറലായിരിക്കും അറിയോ ഇവരോടൊക്കെ പറയുമ്പോൾ. അല്ലെങ്കിൽ ഘനഗംഭീരമായ ശബ്ദത്തിലാണ് മറുപടി പറയാറുള്ളൂ. ഇപ്പോൾ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞു കണ്ടുള്ളൂ. ഇപ്പോൾ ഈ സോണിയാഗാന്ധിയെ ഈ പോറ്റി പോയി കണ്ടത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ അതൊക്കെ മറുപടി പറയാനുള്ളത്, അയ്യോ അതെന്താണ് ഏതാണ് വിഷയം എന്ന് പോലും അറിയാത്ത തരത്തിലുള്ള മറുപടി പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഇനിയും പത്രപ്രവർത്തകർ ചിലത് ചോദിക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. എന്തിനാ വിശദീകരിക്കണം? ഞാൻ ചോദിക്കട്ടെ. അത് വളരെ കൃത്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞാണ്. ഒരാള് ഇപ്പോ നാളെ ഒരാള് സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു, എവിടെയെങ്കിലും വെച്ച്, ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച്. അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രതിയാണ്? അച്ഛൻ അതിനൊക്കെ എന്ത് മറുപടി പറയണത്? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുക വൃത്തികെട്ട ഒരു പരിപാടി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എവിടെയെങ്കിലും ഇന്ത്യയിൽ എന്തെങ്കിലും ഒരുത്തൻ സ്വർണം കട്ടു എന്ന് പറഞ്ഞാൽ അയാളുടെ കൂടെ എന്തെങ്കിലും ഒരാൾ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതൊന്നും അല്ലല്ലോ പണ്ട് സതീശൻ സാറേ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഈ പിണറായി വിജയന് ഈ പോറ്റി എന്തോ ഒരു താക്കോൽ കൊടുക്കുന്നു, പോലീസ് വകുപ്പിന് കൊടുത്തൊരു ജീപ്പിൻ്റെ താക്കോൽ, ആംബുലൻസിൻ്റെ താക്കോൽ എന്തോ കൊടുത്തപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ കോഴിക്കോട്ടെ ഒരു നേതാവ് AI ക്രിയേറ്റ് ചെയ്ത് ഈ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞതെന്നൊന്നും ഇപ്പം നിങ്ങളോട് ചോദിക്കുന്നില്ല. അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ആ ഘട്ടത്തിലൊന്നും സതീശൻ സാറും സാറിൻ്റെ പാർട്ടിയുടെ നേതാക്കളും ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പം എന്താ ഇങ്ങനെ പറയാൻ? ഇപ്പം ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ. എന്നാലും കുറച്ച് കാര്യങ്ങളും കൂടെ അവർക്ക് അറിയാനുണ്ട് അത്രേ. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. അയാൾ കളറാണ്. ഞാൻ റിയാസിന്റെ ഒരു വിഷയം വന്നു, ഞാൻ പറയട്ടെ, ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല. അന്ന് കള്ളറല്ലല്ലോ ഇയാള്. ബാംഗ്ലൂരിലുള്ള ഫോട്ടോസ് അത് എനിക്കറിയില്ല. നിങ്ങൾ ഈ മൂപ്പരെ ശ്രദ്ധിച്ചോ? വളരെ ശാന്തനാണ്. ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തം. മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ എന്ന് പുള്ളി വീണ്ടും ചോദിക്കുകയാണ്. വിഷയമൊന്നും മാറ്റാന്ന് റിയാസ് എന്ന് എന്തോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ പത്രപ്രവർത്തകർ മറ്റു ചിലത് ചോദിക്കുമ്പോൾ പുള്ളി വിഷയം മാറ്റാനൊന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ളൊരു മനഃപൂർവ്വം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ അടൂർ പ്രകാശ് എന്നൊക്കെ പറഞ്ഞ് ഈ പത്രപ്രവർത്തകരാണെങ്കിൽ ഈ മീഡിയ പേഴ്സൺസ് വലിയ തൊന്തരവുണ്ടാക്കുകയാണ് കേട്ടോ. അവർ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് എങ്ങനെയെങ്കിലും അടൂർ പ്രകാശിനെ ഈ കേസിലൊന്ന് കുടുക്കി കിട്ടാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഈ വി ഡി സതീശന് നല്ലൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ റിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെ പതുക്കെ വീണ്ടും ഒന്ന് മാറ്റിപ്പിടിക്കാൻ നോക്കുന്നത്. എന്തായാലും സതീശൻ ആകെ ശാന്തനായിരിക്കുന്നു, വളരെ കൂളായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ പെട്ടെന്ന് ചൂടാകൂട്ടോ, അതെന്തെങ്കിലും വരുമെന്നൊന്നും നമുക്ക് നോക്കാം. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവുമെന്നേ, കോൺഫിഡൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും. പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് എന്താ അടൂർ പ്രകാശിന്? ഞാൻ വെറുതെ പറഞ്ഞതല്ല, എന്ത് ശാന്തനാണെന്ന് നോക്കൂ. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അടൂർ പ്രകാശിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരാളല്ലേ, അപ്പൊ പരിചയം ഉണ്ടാവും. നമ്മളെയൊക്കെ എന്ത് പരിചയം അറിയോ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA മാർക്കൊക്കെ നമ്മളെ കണ്ടാൽ ഓടി വന്നിട്ട് ഇത് ഇന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടറല്ലേ എന്നൊക്കെ അപ്പം കണ്ടാൽ തിരിച്ചറിയാവുന്ന വിധത്തിൽ എല്ലാവരെയും നേരിട്ടറിയുന്ന പോലെയുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പാവം സതീശൻ സാറ് നമ്മളെ മലയാളികളെ പഠിപ്പിച്ചു തരുന്നത്. ആയിക്കോട്ടെ ഞങ്ങൾ വിശ്വസിച്ചു. സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത്, അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ അവിടേക്ക് ആക്സസ് ഇല്ല. ആർക്ക് വേണമെങ്കിലും പോവാലോ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോവാലോ. അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തിനാ അതുകൊണ്ടെന്താ? ആർക്ക് വേണേലും പോവാം. എത്ര പേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ. സോണിയാഗാന്ധി വീട്ടിലേക്കൊക്കെ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ പോകാലോ. ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. എന്തിനത്ര ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അത്ര എളുപ്പമാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കൊക്കെ അങ്ങ് കയറി ചെല്ലാം എന്നുള്ളതാണ് നമ്മുടെ സതീശൻ സാറ് ഇപ്പം നമ്മുടെ ഈ മാന്യ മലയാളികളോട് പറയുന്നത്. അത്ര എളുപ്പമാണ്. അങ്ങനെ കയറിപ്പോയതാണ് നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റേ സ്വർണം വാങ്ങിയ ഗോവർദ്ധനും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന രണ്ടുപേരും കൂടെ ഈ സോണിയാഗാന്ധി അങ്ങ് പോയി കണ്ടത്. ഉള്ള സത്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ പറയാൻ പറഞ്ഞേക്ക് എൻ്റെ സതീശൻ സാറേ. എന്നാലും അദ്ദേഹത്തിന് പറയാനുള്ളത്
കുറച്ചുകൂടെ പറഞ്ഞോട്ടെ, കേട്ടു നോക്കാം. സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ കൊടുത്തത് അതൊക്കെ ഇമ്മെറ്റീരിയൽ ആണ്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതൊക്കെ സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്നവർ ആര് വന്ന് ചോദിച്ചാലും സോണിയാഗാന്ധി മാഡം അങ്ങനെ അപ്പോയിൻമെന്റ് കൊടുക്കും. അതൊന്നും പ്രശ്നമില്ല. ഈ സ്വർണം കക്കുന്നതൊക്കെ സ്പിരിച്വൽ ലൈനാണെന്നാണോ സതീശൻ സാർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്തായാലും സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലാം എന്നാണ് പറഞ്ഞു വരുന്നത്. എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഇങ്ങനെ ഇമാതിരി കഷ്ടപ്പെടുത്തുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. അദ്ദേഹത്തിന്റെ ടെമ്പർ വിടുന്നുണ്ടോ എന്നൊരു സംശയം. അതൊക്കെ ഇമ്മെറ്റീരിയൽ ആണ്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ KPCC പ്രസിഡന്റിനോട് വേണ്ട. കൊത്തി മുറത്ത് കയറി കൊത്താൻ തുടങ്ങിയപ്പോൾ സതീശൻ സാറിന് ദേഷ്യം വന്നു തുടങ്ങി കേട്ടോ. ഇമാതിരി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, അതങ്ങ് KPCC പ്രസിഡന്റിനോട് പോയി ചോദിക്കുക. അതിനൊക്കെ KPCC പ്രസിഡന്റ് പാവം ഉത്തരം പറഞ്ഞോളണം. ഈ ജാതി ചോദ്യങ്ങൾക്കൊന്നും എന്നോട് ചോദിക്കണ്ട എന്നും പറഞ്ഞ് സതീശൻ സാർ ഒരൊറ്റ പോക്കാണ്. നമ്മൾ ഇനിയും ഇത്തരം തമാശകൾ കാണേണ്ടി വരും. ആ തമാശകളൊക്കെ കാത്തിരിക്കാം. ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.